അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പം ഇവിടെ എല്ലാവർക്കും 8 മണിക്കാട്ടോ പള്ളി പോകണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ 7:30 ഉറക്കണീറ്റ് ഉടനെ തന്നെ ചായ ഒടിച്ചു കൊണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഉമ്മ രാവിലെ എണീറ്റു. ഉമ്മ ഇതാ പുട്ടിന്റെ മാവൊക്കെ ഇവിടെ വെച്ചു. നോർമൽ ഇവിടെ പൊറോട്ട അല്ലെങ്കിൽ ഉറട്ടിയൊക്കെയാണ് നോർമല്. ഈ വട്ടം ഒരു വെറൈറ്റിക്ക് പുട്ട് പിടിച്ചു. പിന്നെ എണീറ്റ് കഴിഞ്ഞ ഉടനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് തൂക്കുക, തുളയ്ക്കുക, തെറ്റി തുണി പിടിക്കുക, കട്ടൻ പിടിക്കുക, ഇതൊക്കെ തന്നെ. പിന്നെ 8 മണിയപ്പോൾ ഇവരെല്ലാവരും അങ്ങ് പള്ളിയിലോട്ടിറങ്ങി. ഇറങ്ങിയതിന് ശേഷം നമ്മളെ വീട്ടിൽ കറണ്ട് അങ്ങ് പോയി. കറണ്ട് പോയപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഫോണിൽ നിന്ന് വിളിയായി, ഉമ്മിയുടെ ഫോണിൽ വിളിയായി, എവിടെ KCBയിൽ. അങ്ങനെ സാറിനെ വിളിച്ച് പറഞ്ഞ് എത്തിയൊക്കെ വന്നപ്പോഴത്തേക്ക് കറണ്ട് വന്നു, പക്ഷെ വോൾട്ടേജ് ഇല്ല. വോൾട്ടേജിന് വേണ്ടിയിട്ട് ഞാനും ഉമ്മി ഇങ്ങനെ കാത്തിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഉമ്മി പോയി കുളിച്ചോന്ന്. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ ഈ പായസത്തിന് വേണ്ടിയുള്ള സേമിയ ഒന്ന് ഒടിച്ചിട്ടു. പിന്നെ കറുമുറ കഴിച്ചു. ഈ സേമിയ കഴിക്കുന്നത് എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ ഞാൻ റൂമൊക്കെ ഒതുക്കിയിട്ട് ഞാൻ പോയി കുളിച്ചു കഴിഞ്ഞപ്പോൾ ഓതലായി, നിസ്കാരമായി, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്താൽ കിട്ടും കേട്ടോ. ഡ്രസ്സ് ഇട്ടതിന് ശേഷം ചിക്കൻ ഫ്രൈക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ ചേർത്ത് വെക്കാൻ നോക്കിയപ്പോഴത്തേക്ക് കറണ്ട് ഇല്ലല്ലോ. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് അരപ്പുരട്ടിച്ചു. പിന്നെ അവര് വരുന്നവരെ കാത്തിക്കാൻ വല്ല രാവിലേക്ക് എണീറ്റ് വലിയ. അതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പ്. ഞാൻ അങ്ങ് കഴിച്ചു. ദാണ്ടേ മിയാവും മിയാവെന്ന് പറഞ്ഞ അടുത്ത് വന്ന് ഇവനിക്കായിട്ട് കൊണ്ട് കൊടുത്ത്. ഇവനിക്ക് വേണ്ട, ഇവൻ നമ്മൾ കഴിക്കുന്നതിന്റെ താഴെ. പിന്നെ ഇവനിക്ക് ഞാനും കൊടുത്ത് കുറച്ചു. പിന്നെ അത് കഴിഞ്ഞു ചിക്കനിലേക്ക് ബാക്കി മസാലയും ഇട്ട് 2 ഇളക്ക്. ഈ ഇളക്ക് കാണുമ്പോൾ എല്ലാവർക്കും അറിയാൻ കൈ പകയാൻ വേറെ എങ്ങും പോകണ്ട, ഇന്നത്തേക്കുള്ളതായി. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉമ്മയുടെ പായസം കിടന്ന് തിളയ്ക്കുന്നു. 2 ഇളക്കിട്ടോ. കുക്കർ പായസം നോർമൽ പായസം ഒക്കെ സെയിം ടേസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ പള്ളിയിൽ പോകുന്നവർ വന്നു. ഇനി അടുത്ത് നമുക്ക് ഫുഡിലേക്കാണ്. ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് നാട്ടോ മേടിക്കുന്നത്. ഇന്ന് ഞങ്ങൾ അടുക്കളയ്ക്ക് റെസ്റ്റാ. അപ്പം ഫുഡൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി നോക്കി. ആദ്യമായിട്ടോ ചിക്കൻ ഇങ്ങനെയൊക്കെ മസാല ഇട്ട് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ട്രൈ ആയിരുന്നു. തേണ്ടടാ, ഞാൻ ഫുഡ് കുടിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവിടെ പായസം കുടിക്കുന്ന വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ പായസം അടിപൊളിയായിരുന്നു. എനിക്ക് ഫുഡ് കഴിച്ചിട്ട് മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പായസം മാറ്റി വെച്ചിരുന്നു. ഫുഡ് കഴിക്കുന്ന എടുക്കാൻ മറന്നുപോയി. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചായയൊക്കെ കുടിച്ചു. എനിക്ക് ഈ ചായ 2 നേരം മസ്റ്റാട്ടോ. വേണമെങ്കിൽ ഞാനൊരു ചായ അഡിക്റ്റ് എന്നൊക്കെ പറയാം. രാവിലെയും വേണം, വൈകിട്ടും വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. പണ്ടത്തെ ഒരു രസമൊന്നും ഇല്ലെന്നേ ഇതിനൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ആൽബമൊക്കെ ഒന്ന് കുറച്ച് നോക്കുന്നത്. പണ്ടത്തെ ഞാൻ തന്നെ ആണോ ഇപ്പോഴത്തെ ഞാനൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ആൽബമൊക്കെ എടുത്ത് നോക്കി. പിന്നെ പെയ്യണോ വേണ്ടേ എന്ന് മാനി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടു ഞാൻ പോയി എൻ്റെ പെരുന്നാക്കോടി, അതായത് ഈദിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടോ. ഈ വട്ടം ചുരിദാറൊന്നും അല്ല, ജസ്റ്റ് ഒരു ടോപ്പും ജീൻസും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇക്കായ റെഡിയാവുന്നു, ഞാനും റെഡിയായി. പിന്നെ ഞങ്ങൾക്ക് 2-3 ഇടത്തൊക്കെ പോകണമായിരുന്നു. വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുങ്ങി തിരിഞ്ഞ് മറിഞ്ഞിക്ക് നിന്ന് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ഉമ്മയുടെ വീട്ടിലായിരുന്നു പോകേണ്ടത്. അവിടെ ഉമ്മ ഇറക്കണമായിരുന്നു കേട്ടോ. ഞങ്ങൾ കാറിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്ക് തേണ്ടടാ ഞങ്ങളുടെ മുഖത്തൊരു ഗ്ലോ. അപ്പൊ ഇവൻ പറഞ്ഞു എനിക്ക് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആ ഗ്ലോ കിട്ടുമെന്ന് നോക്കിയാൽ പറഞ്ഞു. ഇവൻ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തു. പക്ഷെ എന്റെ മുഖത്ത് ആ ഒരു ഗ്ലോ ഉണ്ടായിരുന്നു. ദൈവം വന്നു, അവരും ഒന്ന് എത്തി നോക്കിട്ടു. ഞാൻ പറഞ്ഞതേ ഒരു ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് പോകുന്നു പറഞ്ഞു. അങ്ങനെ ഉമ്മയെ വീട്ടിലോട്ടാക്കി ഞാൻ ഇവിടെ വീട്ടിലേക്ക് വന്നു. ഇവൻ ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് മെൻഷൻ അതൊരു കമന്റ് ചെയ്യട്ടോ. കാരണം ഇവൻ അറിയാത്തതായിട്ട് ആരുമില്ല. എൻ്റെ അനിയനാ. അവനൊരു ആക്സിഡന്റ് പറ്റി, ഇപ്പോൾ റിക്കവറായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഇയാൾക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എൻ്റെ വാപ്പച്ചിയുടെ ഫുഡ് തന്നെ കേട്ടോ. എന്ന സ്പെഷ്യൽ അത് തന്നെ ആയിരുന്നു. അടിപൊളി ബീഫ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ചിക്കൻ ബിരിയാണി, ബീഫ് റോസ്റ്റ്, ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഒരാളെ വല്ലാണ്ടങ്ങ് മിസ് ചെയ്യുന്നു. വേറെ ആരെയല്ല, എൻ്റെ അനിയത്തി തന്നെയാണ്. ആൾക്ക് വരാൻ പറ്റത്തില്ല. കാരണം ഇവിടെ അങ്ങ് കെട്ടിച്ചത് അങ്ങ് തൃശ്ശൂരാണ്, ഷൊർണൂരാണ്. അപ്പൊ പെട്ടെന്ന് വിചാരിക്കുമ്പോൾ ഓടി വരാനൊന്നും പറ്റില്ല. പക്ഷെ ആളൊക്കെയാണ്, അവിടെ സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പൊ അവർക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് കൊല്ലത്തുനിന്ന് 2 കറക്കം അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങ് വീട്ടിലേക്ക് പോയി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീട്ടിൽ. എല്ലാവരും ആദ്യമായിട്ട് കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ടാറ്റ ബൈ ബൈ, സീ യു.